ലോകം മുഴുവൻ ഒരു ഇത്തിരി കുഞ്ഞൻ വൈറസിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കൊറോണ വൈറസ് എന്ന മഹാവ്യാധി. എന്ന് നമ്മൾ ഇതിൽ നിന്ന് മുക്തമാകും എന്ന് നമ്മൾക്കോ ആർക്കോ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാലത്തിലൂടെയല്ല നാം കടന്നു പോകുന്നത്. സോ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടതാണ്. സോ വെൽക്കം ബാക്ക് ടു തംസ് അപ്പ് മീഡിയ, ഗെറ്റ് സം ഫാക്ട്സ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ കൊറോണ വൈറസ് ഒരു വ്യക്തിയിൽ പോസിറ്റീവ് ആണെന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ എന്തുകൊണ്ട് കൊറോണ വൈറസിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം ശാസ്ത്രജ്ഞർ പറയുന്നത്, കൊറോണ വൈറസ് എന്നുള്ളത് അനുനിമിഷം മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തെ വ്യത്യസ്തമായ എൻവയോൺമെൻറ്റുകൾക്കനുസരിച്ച് അത് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവ ഘടന ഓരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ന്യൂയോർക്കിലുള്ളതായിരിക്കത്തില്ല നമ്മുടെ ഇന്ത്യയിലുള്ള കൊറോണ വൈറസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അതിൻ്റെ ആക്രമണ രീതി എന്ന് പറയുന്നത്. സോ മേ ബി അത് നമ്മുടെ രാജ്യത്ത് കുറച്ച് കുറവായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടായിരിക്കും നമ്മുടെ മരണനിരക്ക് രാജ്യത്ത് കുറഞ്ഞു വരുന്നത്. പക്ഷേ ന്യൂയോർക്കിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് ആ വൈറസിൽ ഏറ്റവും കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. സോ ഇതിൻ്റെ കാരണം ഇതാണ്, മ്യൂട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ കൊറോണ വൈറസ് കണ്ടെത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ തരത്തിലുള്ള കൊറോണ വൈറസ് മ്യൂട്ടേഷനെയും കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റ്. നമ്മൾക്കിന്ന് ലഭ്യമായിരിക്കുന്ന 2 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ റിയൽ ടൈം PCR-ഉം ബ്ലഡ് ടെസ്റ്റും, അതായത് റാപ്പിഡ് ടെസ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. സോ ഈ 2 ടെസ്റ്റുകളും ഒരിക്കലും ഒരു കൺഫർമേഷൻ ടെസ്റ്റുകളല്ല. സോ നമുക്ക് ആദ്യത്തെ ടെസ്റ്റിനെ കുറിച്ച് പരിശോധിക്കാം. സോ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് റിയൽ ടൈം PCR എന്നും പറയുന്നുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR എന്നും ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നുണ്ട്. സോ ഈ ടെക്നിക്ക് ഒരിക്കലും ഒരു കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റ് അല്ല. കാരണം PCR എന്നുള്ളത് റിസർച്ച് പർപ്പസസിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകതരം ടെക്നിക്ക് മാത്രമാണ്. ഒരിക്കലും ഇതെന്ന് പറയുന്നത് നോവൽ കൊറോണ വൈറസിൻ്റെ കൺഫർമേറ്ററി ആയിട്ടൊരു ടെസ്റ്റ് അല്ല. സോ എങ്ങനെയാണ് ഇത് ഒരു വ്യക്തിയിൽ പോസിറ്റീവായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ കൊറോണ വൈറസിനെ എടുത്താൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, മനുഷ്യരിലെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അതായത് നമ്മുടെ അടി മുതൽ മുടി വരെയുള്ള ഓരോ ഭാഗങ്ങളും, ഓരോ സ്വഭാവവും, ഓരോ ഘടനയും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വസ്തു, അതാണ് DNA. നമ്മുടെ കണ്ണുകൾക്ക് പോലും വ്യത്യസ്തമല്ല. നമ്മളിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സാധാരണ ഓഡിയൻസിന് മനസ്സിലാകുവാൻ വേണ്ടിയാണ്. സോ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണുവാൻ പറ്റാത്തതായ ഒരു വസ്തു, അതാണ് DNA എന്ന് പറയുന്നത് നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള സംഗതി എന്ന് പറഞ്ഞ ഒരു ഏണിയാണ്. അതായത് 2 പിടികളുള്ളത്, അതിൽ ഒരു പിടി എടുത്തു മാറ്റിയാൽ അത് നമുക്ക് നോവൽ കൊറോണ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിനോട് ഉപമിക്കും. അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, അതാണ് നോവൽ കൊറോണ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. റിയൽ ടൈം PCR അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR-ൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ പ്രസൻസ് ആണ് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാമ്പിൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്റ്റെപ്പ്. സോ അത് ചെയ്യുന്നത് ഒന്നെങ്കിൽ മിക്കവാറും നമ്മുടെ ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് സ്വാബ് ടെസ്റ്റ് വഴിയാണ്. സ്വാബ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു ഉപകരണം ഉപയോഗിച്ച് നമ്മുടെ നേസൽ പാസേജിൽ നിന്നോ ട്രക്കൽ പാസേജിൽ നിന്നോ സാമ്പിൾസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ കൊറോണ വൈറസിന്റെ ആക്ടിങ് രീതി എന്ന് പറഞ്ഞാൽ അത് മിക്കതും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ പയ്യെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സോ അതിൻ്റെ ബേസിലാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും നേസൽ പാസേജിൽ നിന്നും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. വേറെ 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രോങ്കിയോസ്കോപ്പ് വഴിയും എന്നുള്ളൊരു ഉപകരണം ഉപയോഗിച്ച് ട്രക്കൽ പാസേജിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു സലൈൻ സൊല്യൂഷൻ നേസൽ പാസേജിലോട്ട് കടത്തി വിട്ട് ആ സലൈൻ സൊല്യൂഷൻ വഴിയും സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു മാർഗവും ഉണ്ട്. സോ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വാബ് ടെസ്റ്റ് ആണ്. സോ ഇതിൽ അത്യാവശ്യമായിട്ടുള്ളത് കൊറോണ വൈറസിന്റെ പ്രസൻസ് ഇതിൽ അത്യന്താപേക്ഷിതമാണ്. സോ ഇത് കണ്ടുപിടിക്കുന്നത് ഇതിൽ നിന്ന് വൈറസിന്റെ പ്രസൻസിലുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എക്സ്ട്രാക്ട് ചെയ്യുന്നു സാമ്പിളിൽ.
സാമ്പിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന സിമ്പിൾ സ്റ്റാൻഡേർഡ് RNA ആണ് നമ്മൾ റിയൽ ടൈം PCR ഉപയോഗിക്കുന്നത്. റിയൽ ടൈം PCR എന്നുള്ളത് ജനറ്റിക് മെറ്റീരിയലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. സോ റിയൽ ടൈം PCR ചെയ്യുന്നത് DNA മാത്രമേ ആംപ്ലിഫൈ ചെയ്യുള്ളൂ. സോ നമ്മൾക്ക് ലഭിക്കുന്ന ജനറ്റിക് മെറ്റീരിയലിലുള്ള RNA നമ്മൾ DNA ആയിട്ട്, അതായത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യാനായിട്ട് പല പല സ്റ്റെപ്സ് ഉണ്ട്. അതിന് പ്രത്യേകതരം പ്രൈമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് DNA ആയിട്ട്, കോംപ്ലിമെൻ്ററി DNA ആയിട്ട്, അത് അതിൻ്റെ സീക്വൻസിങ്ങിൽ വരുന്ന ഭാഗമാണ്. സോ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നോവൽ കൊറോണ വൈറസിൻ്റെ സീക്വൻസ്, അതായത് അതിൻ്റെ ഘടന ചൈനീസ് അധികൃതർ കണ്ടുപിടിച്ചായിരുന്നു. സോ അത് എല്ലാ രാജ്യങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈ സീക്വൻസോടെയുള്ള പ്രസൻസ് ആണ്, സീക്വൻസിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ഈ ടെസ്റ്റ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഈ സീക്വൻസ് എന്ന് പറയുന്നത് വളരെ നീളം കൂടിയൊരു ഒരു സംഗതിയാണ്. സോ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയുള്ളൂ. സോ റിയൽ ടൈം PCR ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിലെ ഓരോ കമ്പനികളും ഓരോ വ്യത്യസ്തങ്ങളായ പോർഷനാണ് ഈ വൈറൽ ജീനോമിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള തരത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇന്ത്യ ഉപയോഗിക്കുന്ന ഇന്ത്യ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമായിരിക്കത്തില്ല ചൈന ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ന്യൂയോർക്ക് ഉപയോഗിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും റിയൽ ടൈം PCR മെഷീനിൽ ഓരോ വ്യത്യസ്തങ്ങളായ ഭാഗവുമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ വൈറസിൻ്റെ OR(A), OR(1B) അങ്ങനെ ഓരോ പ്രത്യേകതരം ഭാഗങ്ങളുണ്ട്. അത് ഓരോരോ ന്യൂക്ലിയോടൈഡ്സ് കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. സോ അതിനെയാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇതിനെ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. കോംപ്ലിമെൻ്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്ത. സോ ഇപ്പോൾ ഈ നമുക്ക് കയ്യിലിരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ DNA-യോട് കമ്പയറബിൾ ആണ്. സോ ഇതിനെ നമ്മൾ PCR മെഷീനിൽ വെച്ച് ആംപ്ലിഫൈ ചെയ്യും. അതായത് അതിനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു. മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കി കുറേ ഉണ്ടാക്കുന്നു. ആ മെഷീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കുവാൻ സാധിക്കും. സോ പിന്നീട് ഇതിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ റിയൽ ടൈം PCR അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR. ഈ കോപ്പി ഉപയോഗിക്കുന്ന നമ്മൾ കോപ്പീസ് ഉപയോഗിച്ച് ഇതിൽ നടക്കുന്നത് റിയൽ ടൈം PCRൽ ഒരു പ്രത്യേകതരം ഡൈ ഉണ്ട്, അതായത് സൈബർ ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. സോ ഈ സൈബർ ഗ്രീൻ എന്നുള്ളത് DNA-യുടെ പ്രസൻസിൽ ഫ്ലൂറസെൻ്റ് ചെയ്യും, അതായത് മിന്നിത്തിളങ്ങും. DNA-യുടെ പ്രസൻസ് ഇല്ലെങ്കിൽ അതൊരിക്കലും മിന്നിത്തിളങ്ങത്തില്ല. സോ നമ്മൾ കോംപ്ലിമെൻ്ററി DNA അതിൽ നമ്മുടെ പ്രസൻസ്, ആ വൈറസിൻ്റെ പ്രസൻസ് അതിലുണ്ടെങ്കിൽ, അതായത് നമ്മൾ RNA-യിൽ നിന്ന് കോംപ്ലിമെൻ്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്ത അത് ദാറ്റ്സ് ഈക്വൽ ടു കൊറോണ വൈറസ് RNA ആണ്. സോ അതിൻ്റെ പ്രസൻസ് നമ്മൾ വെച്ചിരിക്കുന്ന സാമ്പിളിൽ ഉണ്ടെങ്കിൽ അത് ഗ്ലോ ചെയ്യുവാൻ തുടങ്ങും. സോ ഇതിൻ്റെ ബേസിൽ ഒരു ഗ്രാഫ് അവർ അനലൈസ് ചെയ്യും. സോ അതിൻ്റെ ഗ്രാഫിൽ ഫ്ലൂറസെൻറ്റിൻ്റെ ലെവൽ വളരെ ഹൈ ആണെങ്കിൽ അവിടെ ആ പോയിന്റിൽ ഉറപ്പിക്കും ഇയാൾക്ക് കൊറോണ വൈറസ് ഡിസീസ് ഉണ്ട്, ഇയാളുടെ ശരീരത്തിൽ അത് പിടിപെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫസ്റ്റ് ടൈം റിയൽ ടൈം PCR ടെസ്റ്റ് ഉപയോഗിച്ച് കൊറോണ വൈറസിനെ ഫസ്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. സൈബർ ഗ്രീൻ എന്നുള്ള കെമിക്കലിന് അത്യാവശ്യം വിലയുള്ളതാണ്. സോ ആ റിയൽ ടൈം PCR മെഷീനും അത്യാവശ്യം വിലയുള്ളതാണ്. സോ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധാരണ ജനങ്ങൾക്ക് അവർ പേഴ്സണലി ചെയ്യുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിരിക്കത്തില്ല. മിക്കതും 4500 റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന പൈസ എന്ന് പറയുന്നത്. സോ ഇനി നമുക്കിതിൻ്റെ നെയിമിങ്ങിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. റിയൽ ടൈം PCR എന്ന് സാധാരണ പറയുന്നു, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR എന്നും പറയാറ്. സോ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത സാമ്പിളിൽ നിന്ന് RNA-യിൽ നിന്ന് DNA ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇതൊരിക്കലും സാധാരണ നടക്കുന്നതല്ല. DNA-യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന പ്രോസസ്സ് സാധാരണ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ബോഡിയിലൊക്കെ നടക്കുന്നത്. സോ അതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു വേർഡ് ഉപയോഗിച്ചാണ് ഡിഫൈൻ ചെയ്തത്. സോ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന സാമ്പിളിൽ നിന്നുള്ള RNA നമ്മൾ DNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദ റിവേഴ്സ് ഓഫ് ദാറ്റ് പ്രോസസ്. സോ വി ആർ കോൾഡ് ഇറ്റ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. റിയൽ ടൈം PCR ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റുകൾ മിക്കപ്പോഴും ഫലപ്രദമാകാതെ പോകുന്നത് എടുക്കുന്ന സാമ്പിളിൽ വൈറസിൻ്റെ പ്രസൻസ് കുറഞ്ഞു പോകുമ്പോഴാണ്. സോ അങ്ങനെ കുറഞ്ഞു പോയാലും പിന്നെ എടുക്കുന്ന സാമ്പിൾ ലാബിൽ എത്തിക്കാൻ വരുന്ന സമയവും അത്രയും നേരം കൊറോണ വൈറസ് എന്തായാലും ആ സാമ്പിളിൽ ഇൻസിസ്റ്റ് ചെയ്യണം. സോ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് തെളിച്ചവർക്കും യഥാർത്ഥത്തിൽ രോഗമില്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചൈനയിൽ. സോ പിന്നീട് നമ്മൾ
വ്യാപകമായി ഈയിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെസ്റ്റാണ് റാപ്പിഡ് ടെസ്റ്റ് എന്നുള്ളത്. സോ റാപ്പിഡ് ടെസ്റ്റ് എന്നുള്ളത് അതൊരു പ്രത്യേകതരം കിറ്റാണ്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡ് സ്മിയേഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു ബ്ലഡ് സാമ്പിൾ പ്രിക്ക് ചെയ്ത് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ലഭിക്കും. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ്. സോ നമ്മുടെ ബോഡിയിൽ ഒരു വൈറസ് എൻ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെതിരെ പ്രത്യേകതരം പ്രോട്ടീൻസ്, അതായത് ആൻറ്റിബോഡീസ് അതിനെതിരെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. സോ അതിൻ്റെ പ്രസൻസ് വെച്ചാണ് നമ്മുടെ ബോഡിയിൽ കൊറോണ വൈറസിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നു. സോ ഓരോ ആൻറ്റിബോഡിയും ഓരോ വൈറസിനെതിരെ സ്പെസിഫിക് ആയിരിക്കും. സോ ഇതിൻ്റെ മെഷീൻ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഇതിലാണ്. ഇതിന് കുറച്ച് ഭാഗങ്ങളുണ്ട്. ഏറ്റവും ബോട്ടം ഭാഗത്ത് ബി എന്നൊരു സിമ്പലിൽ ഒരു ഭാഗം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സൊല്യൂഷൻ നിറച്ചിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് എസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ബ്ലഡ് സാമ്പിൾ വെക്കും. പിന്നെയുള്ളത് IgM, IgG എന്നുള്ളത് 2 ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. സോ അതിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള 2 ഇത്. പിന്നെ എന്നുള്ളത് സി എന്ന് പറഞ്ഞാൽ കൺട്രോൾ. അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് തരാം. സോ നമ്മൾ ബ്ലഡ് സാമ്പിൾസ് എസ്സിൽ വയ്ക്കും. എസ് എന്നുള്ള ഭാഗത്ത് വെക്കുമ്പോൾ ബഫർ സൊല്യൂഷൻ ഈ സാമ്പിളുമായിട്ട് മിക്സായി കാപ്പിലറി റൈസ് എന്ന പ്രവർത്തനം മൂലം ഈ ബ്ലഡ് സ്മിയറിന്റെ പ്രസൻസ് ഉയരുവാൻ തുടങ്ങുമ്പോൾ സി എന്നുള്ള ഭാഗത്ത് എന്താ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഫോം ചെയ്യും. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ സാമ്പിളിന്റെ പരിശോധന എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന സാമ്പിൾ കിറ്റ് എന്നുള്ളത് ജെനുവിൻ ആണ് എന്നുള്ളതാണ്. പല സാമ്പിൾ കിറ്റുകളും ഈ കൺട്രോൾ ലൈൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാമ്പിൾ കിറ്റുകളിൽ നിന്നും ഈ കൺട്രോൾ ലൈൻ വരികയില്ല. സോ ജെനുവിൻ ആയിട്ടുള്ളത് മാത്രമേ ഇത് തെളിയുകയുള്ളൂ. സോ അതിൻ്റെ പ്രസൻസ് കൂടെ അറിയുവാൻ വേണ്ടിയാണ് ഈ സി എന്നുള്ള പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ IgG, IgM എന്നുള്ള 2 പോർഷനിൽ വേറെ വരികയാണെങ്കിൽ, സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IgM എന്നുള്ള പോർഷനിൽ ഒരു വര വരികയാണെങ്കിൽ, അതായത് ഒരു ലൈൻ ഫോം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സാമ്പിൾ ഉള്ള ആൾക്ക് കൊറോണ വൈറസ് ഉണ്ട്. സോ അത് അയാൾക്ക് ആദ്യമായിട്ടാണ് കൊറോണ വൈറസ് എന്നുള്ളത്, ആദ്യമായിട്ട് അയാൾക്ക് കൊറോണ വൈറസ് ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം IgM എന്നുള്ളത് പറയുന്നത് പ്രൈമറി ഇമ്മ്യൂണിറ്റി റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടുള്ള ആൻറ്റിബോഡിയാണ്. സോ അതിൻ്റെ ഫോർമേഷൻ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കൊറോണ ഡിസീസ് പിടിപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. സോ പിന്നെ IgGയും IgMോടെ ഒരുമിച്ച് വരികയാണെങ്കിൽ അയാൾക്ക് കൊറോണ വൈറസ് പിടിപെട്ടിട്ട് ഒരു 2 ആഴ്ചയോളം ഏകദേശം ആവാറായി. പക്ഷെ അയാൾ ഓൾമോസ്റ്റ് ഒരു റിക്കവറിയുടെ ഭാഗമാണ്. പക്ഷേ സ്റ്റിൽ അയാൾക്ക് രോഗം പരത്തുവാനുള്ള സാധ്യതയുണ്ട്. അയാൾക്ക് അതിനുള്ള കെൽപ്പുണ്ട് ആ വൈറസിന് എന്നുള്ളതാണ് ആ 2 ലൈന് ഫോം ചെയ്താൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് IgG. അത് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും അത് ഫോം ചെയ്താൽ അതിനർത്ഥമാക്കുന്നത് ഇയാൾക്ക് കൊറോണ വൈറസ് പിടിപെട്ടിട്ട് കുറേ കാലമായിട്ട് പക്ഷേ സിംറ്റംസ് ഒക്കെ വളരെ കുറവായിരുന്നുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്തില്ല. കുറേ കാലമായിട്ട് അയാൾ ഓൾമോസ്റ്റ് IgG ഫോം ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് ആണ്. സോ അത് ഏകദേശം ഒരു ഇമ്മ്യൂണിറ്റി ഫോം ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അതിനുള്ള അർത്ഥം എന്ന് പറയും. സോ ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റുകൾ വൈഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും 2 ടെസ്റ്റുകളും ചെയ്തിട്ട് മിക്കപ്പോഴും കൊറോണ വൈറസിൻ്റെ പ്രസൻസ് ഉറപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ പക്ഷെ ഒരിക്കലും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഒരിക്കലും ഈ 2ഉം കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ല. പിന്നെ ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ജെനുവിനിറ്റിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. സോ ഇങ്ങനെയാണ് ഈ 2 മെത്തേഡിലൂടെയാണ് കൊറോണ വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തെളിയിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതുമായിട്ട് റിലേറ്റഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇനി നമുക്കിതിന് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. സോ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമ്മൾ പിന്നെ വരുന്നതാണ്. സോ ഇറ്റ്സ് മീ സാൻജു വൈൻഡിങ് അപ്പ് തംസ് അപ്പ് ഏരിയ. സ്റ്റേ ട്യൂൺ വിത്ത് us. Bye.